السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رمضان معصم طاعة وعبادتي وترف إن ملة الإجرام. رمضان جودي دائم وتوسل وعلاقة التقريم والإكرام. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരിമാരെ, ഉമ്മമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സർവലോക നിയന്താവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഒരാൾക്കും എണ്ണി കണക്കാക്കാൻ കഴിയാത്തത്ര മഹത്തായ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധ റമളാനിന്റെ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുന്ന രൂപത്തിൽ ധാരാളം പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ ഒരു അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ക്ലാസിന്റെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. സയ്യിദുനാ ഹബീബുനാ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ ആയുസ് എത്രയാണ്? മാ ബൈന 60 വ 70. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് അള്ളാഹ് കണക്കാക്കിയ ആയുസ്, അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ. ഈ കുറഞ്ഞ 70 വർഷം തന്നെ അല്ലെങ്കിൽ 80 കൊല്ലം തന്നെ നമ്മൾ ജീവിച്ചു തീർക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത്, അപകട മരണങ്ങൾ, അല്ലേ? ഈ തിരൂരങ്ങാടിയിലെ ഒരു പൂങ്ങാടൻ കുടുംബത്തില് നൗഫൽ എന്ന് പറയുന്ന, നൗഫൽ എന്നല്ല എന്റെ പേര്, അവന് കക്കാടെത്തിയിട്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മ ചോറ് തെച്ചോളി, ഞാൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മയ്യത്താണ്. മനസ്സിലായോ? ഒരു ഗ്യാരണ്ടി ഇല്ല. പാലക്കാട് ജില്ലയില് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൾഗ്രാമത്തില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ജീപ്പ് ഡ്രൈവറാണ്. എല്ലാവർക്കും ഏത് സമയത്തും വിളിച്ചാലും ട്രിപ്പ് പോണ ജീപ്പ് ഡ്രൈവറാണ്. ആ നാട്ടിൽ ട്രിപ്പില്ലാത്തതുകൊണ്ട് ഓന് പാലക്കാട് ടൗണിലാണ് ഓടാറുള്ളത്. ആ പാലക്കാട് ടൗണിൽ പോയി ഓന് 8-8:30 മണിക്ക് പോയി പിറ്റേന്ന് തിരിച്ചു വരുമ്പോ രാത്രി 11-12 മണിയാണ്. അങ്ങനെ ഒരു ദിവസം ക്ഷീണിതനായവൻ തിരിച്ചു വരുമ്പോ വീട്ടിലാളില്ല, അയൽപക്കത്ത് മുഴുവനും ആള് കൂടിയിട്ടുണ്ട്. അപ്പൊ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്റിമേറ്റ് സുഹൃത്ത് പാമ്പ് കടിയേറ്റ് അബോധാവസ്ഥയിലാണ്. വിളിച്ചിട്ട് മിണ്ടണില്ല, കൊണ്ടുപോകാൻ വാഹനങ്ങളില്ല, വല്ലാതെ പ്രയാസത്തിലാണ്. ഈ സമയത്ത് ഇവനെ ഉറങ്ങണം, ഒന്ന് വേഗം വന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ച
ഈ സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ ജീവന് വേണ്ടി ക്ഷീണം മറന്ന് എന്ത് ചെയ്യാ ജീപ്പില് ഇവനായിട്ട് പോവുകയാണ്. അങ്ങനെ അവൻ പാലക്കാട് സർക്കാർ ആശുപത്രിയിലെത്തി. ഡോക്ടർമാർ പറഞ്ഞു ഇത് സീരിയസ് ആണ്, നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. സമയം 1 മണി. അവിടുന്ന് വീണ്ടും 3 മണിക്കൂർ 3.5 മണിക്കൂർ അവൻ വണ്ടി ഓടിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിലെത്തി. എന്തിനു വേണ്ടിയാണ്? ഈ ഒരൊറ്റ ജീവന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി. അവിടെ എത്തി അവര് സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോയി ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഈ ഡ്രൈവർ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പൊ പുലർച്ച 4:30 മണിയായി. എനിക്ക് തിരിച്ചു വണ്ടി ഓടിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങണം. ഞാനിവിടെ ഒഴിഞ്ഞ കട്ടിലുണ്ട്, ഒന്ന് കിടക്കട്ടെ. സിസ്റ്റർ പറഞ്ഞു ഇവിടെ കിടന്നോളി, കുഴപ്പമില്ല. അങ്ങനെ പാമ്പടിയേറ്റ സഹോദരന് മരുന്നൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവൻ ബോധം തെളിഞ്ഞ് നീച്ചു. ഞാൻ പോകല്ലേ എന്നുള്ളവർക്ക് ജീപ്പ് ഡ്രൈവറെ വിളിക്കാൻ ചെന്നപ്പോ ശരീരം തണുത്തിട്ടുണ്ട്. ജീവന് വേണ്ടി സുഹൃത്തിന് വേണ്ടി ഓടി നടന്ന ജീപ്പ് ഡ്രൈവർ അവിടെ മയ്യത്തായി. തിരിച്ച് വാഹനം ഓടിച്ചു വരുന്നത് ആരാ? ഇവിടുന്ന് മയ്യത്താവുന്ന പ്രതീക്ഷ ആ പാമ്പിടിയേറ്റ സുഹൃത്ത്. ആ നാട്ടില് ആ ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യന്മാരും മയ്യത്ത് സ്കരിച്ചു. സ്ത്രീകളൊക്കെ കരഞ്ഞത് ചെയ്തു, മറവ് ചെയ്ത്. പിന്നെ രാത്രി കേൾക്കുന്നത് തലേന്ന് പാമ്പിടിയേറ്റവനും മരണപ്പെട്ടു. ഏകദേശം ഒരു 24-30 മണിക്കൂറിനിടയിൽ ആ ഗ്രാമത്തിൽ 2 മരണം നടന്നു. ഇതാണ് നമ്മളൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ അവസാനത്തെ ആയത്ത്, ഏറ്റവും അവസാനത്തെ ആയത്ത്. അല്ലാഹു പറയാ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. നിങ്ങള് ഓതി 31-ാമത്തെ അധ്യായം എത്തിയത് ഇതൊക്കെ ഓതി പോയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് വരെ നിങ്ങൾ ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ ഇതിന്റെ അർത്ഥം? നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അല്ലാഹു പറയാ, അല്ലാഹു നമ്മോട് പറഞ്ഞു തരാണ്, എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാ മരിക്കുക എന്നൊക്കെ പറയാൻ പറ്റൂല. അല്ലാഹു പറഞ്ഞുതരാം. അപ്പൊ ഇത് നമ്മള് ഓതുമ്പോഴാണ് നമുക്ക് ഈ ബോധം ഉണ്ടാവുള്ളൂ അല്ലേ? സീരിയൽ കാണുമ്പോ, സിനിമ കാണുമ്പോ, കോമഡി കാണുമ്പോ, തമാശകൾ കാണുമ്പോ ഒക്കെ നമുക്ക് ഈ ബോധം ഉണ്ടാകും. ഈ ബോധം ഉണ്ടാകുമ്പോഴേ നമ്മളിതൊക്കെ കാണുമ്പോഴും കയ്യും കാലും കഴുകി ഒന്നെടുത്ത് ആ സമയം നമ്മൾ നിസ്കരിച്ചോളൂ. നിസ്കാരമൊക്കെ നിലനിർത്തിയിട്ടും ഇത് കാണാതൊക്കെ നമുക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും ഈമാനുള്ളവരാണ് അല്ലേ? അത് നമ്മൾ നിസ്കാരം, ദിക്റും, ദുആകളും, സ്വലാത്തും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടെടുക്കുമ്പോ തന്നെ പരമാവധി ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. 100% വിട്ടിക്ക അമ്പിയാക്കന്മാർക്കേ പറ്റുള്ളൂ അല്ലേ? പിന്നെ ഔലിയാക്കന്മാർക്കേ പറ്റുള്ളൂ. നമ്മള് ദുർബല ഈമാനുള്ളവരാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോ ഞാൻ തീരുമാനിക്കും, പഠിച്ചോളൂ ഞാൻ ഒന്നും ചെയ്യൂല അല്ലേ? എന്നാലോ നോമ്പ് പറഞ്ഞാൽ തന്നെ നമ്മൾ തെറ്റ് ചെയ്യും. പെരുന്നാൾ കഴിഞ്ഞാലോ തെറ്റോട് തെറ്റ്. പിന്നെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ വിചാരിച്ചു, പഠിച്ചോനെ കുറെ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനി വന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെയൊക്കെ പറയും അല്ലേ? പിന്നെ ആ ക്ലാസ്സിൽ പറഞ്ഞ് അങ്ങനെ 4 ചുറ്റുപാട് ഞാൻ മറന്ന്. എന്താ കാരണം? മനുഷ്യന്റെ മനസ്സ് ഇരുമ്പും കാന്തം പോലെ. ഇരുമ്പ് കാന്തത്തുമ്പോ കൊട്ടു, കാന്ത ഇരുമ്പുമ്പോ കൊട്ടു. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇരുമ്പാണ്. നമ്മളെ കൽബ് നഫ്സ് എന്ന് പറഞ്ഞാലോ കാന്താണ്. അപ്പൊ കാന്തും ശൈത്താനും അടുത്തെത്തി എന്താണ്ടാല് അകന്നു പോവോ, ഒട്ടുമോ? ഒട്ടും. അപ്പൊ ഇതുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ചെയ്ത തെറ്റ് തൗബ ചെയ്താൽ പിന്നെ ചെയ്യണം അല്ല. കുല്ലു ബനി ആദമ ഖത്താഊന, ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യണവരാണ്. തെറ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോ ഈ ഖുർആന്റെ ആയത്തുകൾ ഓതി മരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുക. മയ്യത്ത് കാണാൻ പോകണം,
മരിച്ചവർക്ക് സന്ദർശിക്കണം, മയ്യത്ത് നിസ്കരിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ചില സ്ട്രോങ് ഉള്ള സുന്നി കുടുംബത്തിലെ ഫാമിലികൾ അയക്കൂല. പെണ്ണുങ്ങൾ നിസ്കരിച്ചാൻ പറ്റില്ല. എന്താ പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ പോയപ്പോ ഷാഫിമാമിന്റെ മയ്യത്ത് 10,000 അതിനേക്കാളും വലുതാകുമ്പോ നമ്മുടെ നാട്ടില് ഈ മരിച്ചവർക്ക് അത്ര കൂട്ടിയേക്കാം ആണോ? റസൂലുള്ളാഹി മയ്യത്ത് അവർക്ക് ഭാര്യമാർ നിസ്കരിച്ചിട്ടുണ്ട്. സഹാബികൾ പുരുഷന്മാരല്ലേ, റസൂലിന്റെ സഹാബികൾ അവര് മരണപ്പെട്ടിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും സഹാബ വനിതകളും മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഹദീസിലുണ്ട്, പള്ളി ദിവസമുള്ള കിതാബിലുണ്ട്. എന്നിട്ട് അതിനെ അനുവദിക്കാതിരുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. പഠിക്കണം, ദീൻ പഠിക്കണം. അള്ളൊരു കണ്ണും അല്ലാഹു തആല 2 കാതും 2 കണ്ണും ഒരു ഹൃദയം തന്നെ എന്തിനാ? ആടുകളും പശുക്കളും മാതിരി അങ്ങനെ 4 നേരത്തെ ഇങ്ങനെ തിന്ന അയവർച്ച് അടിക്കുറപ്പെടാനാ? അല്ല. ഓർക്കൊണ്ട് കണ്ണും കാതും കൽവും ഒക്കെ അല്ലേ? ഞമ്മക്ക് ഇതെന്താ അതിനല്ല. അത് കണ്ട പണ്ഡിതന്മാരെ മൗലവിമാരെ കാൽച്ചോട്ട് കൊണ്ട് ഈ പണയം വെക്കുക. നിങ്ങളെന്താ പറയണ മൗലിയാരെ, നിങ്ങളെന്താ പറയണ മൗലവി, അത് മതി പറഞ്ഞ് ഞാൻ പഠിക്കണില്ല മനസ്സിലാക്കണില്ല. അല്ല, പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് അള്ളാഹ് പറയാണ്? കേട്ടോളൂ, ഖുർആനാ പറയുന്നത്, എന്റെ വാക്കൊന്നും ഞാൻ പറയില്ല. അള്ളാഹ് പറയാ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അള്ളാഹിന്റെ വചനാണ്. ഇന്ന സമഅ, തീർച്ചയായും നിങ്ങളുടെ കാത്, വൽ ബസറ നിങ്ങളുടെ കണ്ണ്, വൽ ഫുആദ നിങ്ങളുടെ ചിന്തിക്കുന്ന ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇത് 3 അള്ളാഹിന്റെ മഹ്ശറിൽ അള്ളാഹ് ചോദ്യം ചെയ്യും. അള്ളാഹ് ചോദ്യം ചെയ്യും. എന്താ കാതിന്റെ ദൗത്യം? എന്താ കാതിന്റെ ദൗത്യം? ദീന് കേൾക്കുക, മതം പഠിക്കുക. എന്താ കണ്ണിന്റെ ദൗത്യം? അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുക, ദൃഷ്ടാന്തങ്ങൾ കാണുക. എന്താ ഹൃദയത്തിന്റെ ദൗത്യം? ഈമാൻ യഖീനാക്കുക, അമൽ ചെയ്യുക. ഇതിനെന്ത് വേണം? ഇത് 3 ഉപയോഗപ്പെടുത്തണം. ഇത് ഉപയോഗപ്പെടുത്താതെ ഞാൻ മദ്രസ പോയിട്ടില്ല, ഞാൻ പള്ളി ദിവസം പോയിട്ടില്ല, ഞാൻ അറബി കോളേജിൽ പോയിട്ടില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് കിതാബ് വായിക്കാൻ അറിയില്ല, ഇത് പറയാൻ പറ്റുമോ? ഇവിടെ പറയാ. നമ്മളെന്തെങ്കിലും പറഞ്ഞെടുത്താ പറയാം, അതിന് സാജി മൗലവി ഉസ്താദെ നമ്മളങ്ങനെ മദ്രസ പോയിട്ടില്ല, നമ്മക്കങ്ങനെ മൗലവിമാരുടെ നാട്ടിൽ അങ്ങനെ പണ്ടക്കും പണ്ടേ പറഞ്ഞത് അങ്ങനെ അപ്പാപ്പാല് ചെയ്തു പോകുന്നത്. ആ ചുരുക്കുള്ള മറുപടി ഇവിടെ പറയാം. മനുഷ്യരെ പറയാൻ പറ്റൂല. നിങ്ങൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുണ്ട്, ഏതാണ്? അൽ കഹ്ഫ്. എത്രാമത്തെ അധ്യായം? കുട്ടിയൊക്കെ അറിയോ? നിങ്ങൾക്ക് അറിയില്ല. 18ാമത്തെ അധ്യായം അല്ലേ? ഈ അൽ കഹ്ഫില് 49ാമത്തെ ആയത്തിന് ഓതി നോക്കി നിങ്ങൾ. അതിന്റെ അർത്ഥം കേട്ടോ നിങ്ങൾ. എന്താ? فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ وَيَقُولُونَ يَا وَيْلَتَنَا مَا لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا وَوَجَدُوا مَا عَمِلُوا حَاضِرًا وَلَا يَظْلِمُ رَبُّكَ أَحَدًا. ഞാൻ ഓതുമ്പോ മനപ്പാടായിട്ട് നിങ്ങൾ ഓതും. അതിന്റെ അർത്ഥം എന്താ? ഉമ്മമാരെ, സഹോദരികളെ, എന്താ? സൂര്യൻ ഒരു മൈല് മുകളിൽ വന്ന് അതിന്റെ ചുവട്ടിൽ മഹ്ശറിയമങ്ങ് വിയർത്തി മുങ്ങിക്കുളിച്ച് നിൽക്കുക അള്ളാന്റെ വിചാരണയ്ക്ക് വേണ്ടി. ഈ സമയത്ത് മലക്കുകൾ ഗ്രന്ഥം കൊടുക്കും. എന്താ ഗ്രന്ഥം? ഹിസാബ്. എന്താ ഹിസാബ്? നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് അല്ലേ? ആരാ ഇതിന്? കുട്ടറാമൻ നായരാ ആണോ? സാധാരണ ഇതിന് മുമ്പിലെ മകനാണ്. ഈ എഴുത്ത് ആരാ ഇതിനാ? ആരാ ഇതിലും? നമ്മളെ നന്മ തിന്മകൾ ഇതിന് ആരാ? 2 മലക്കുകൾ. എന്താ പോലെ പേര്? റഫീഖു ഷഫീഖു. എന്താ പേര്? മുൻകർ നക്കീർ. അതുപോലെ അതും പറഞ്ഞാണ് ചെന്നാ കവറിൽ വേറെ കുത്തിട്ടു. റഖീബുൻ വഅതീദ് അല്ലേ?
ഖുർആൻ പറയണ കേട്ടോളൂ, വലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായും മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നാമാണ്, ആര്? അള്ളയാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, നിങ്ങളുടെ ഹൃദയം എന്താണോ കരുതുന്നത്, മന്ത്രിക്കുന്നത്, അത് ആരറിയും? അള്ളാഹ് അറിയും. അറിയില്ലേ? ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്ന ഓരോരുത്തരുടെ മനസ്സ് എന്താന്ന് നിനക്കറിയോ? അറിയോ? ക്ലാസ് കഴിഞ്ഞവരെല്ലാം ചിക്കൻ ഉണ്ട്, അത് വാങ്ങി വരണം എന്ന് വിചാരിച്ചിട്ട് വന്നവരാരുമില്ല. നീര് ഉറപ്പാണ്, നീര് കേൾക്കണം വിചാരിച്ച് വന്നവരാണ്. അങ്ങനെ ആരും വന്നുകളെങ്കിൽ അത് മാറ്റുക. ദുനിയാവിൽ നീയത്ത് മാത്രം ആഹാരം കിട്ടുമോ? ഇല്ല. ഉയർച്ചി കറി തേങ്ങരച്ചിട്ട് മുളകിട്ടിട്ട് നമുക്ക് കൂട്ടാം, പത്തിനും തിന്നാം, സാറാണ്. പക്ഷേ ഈ വന്നതിന്റെ ഉദ്ദേശം ഉയർച്ചയല്ല. പിന്നെന്താ? നാളെ ആഖിറത്തിൽ ഇത് സൽക്രമമാണ്. കാരണം ഇത് അള്ളാന്റെ ഭവനാണ്. ഈ ഇരിക്കുന്ന സദസ് ഏതാ? ഇതേതാ? മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അറിവ് തേടുന്ന സദസ് സ്വർഗത്തിലെ പൂന്തോപ്പാണ്. നബി പറഞ്ഞ എന്റെ വാക്കല്ല. ഈ സമയം നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടമല്ല, ഒരിക്കൽ നഷ്ടമല്ല. അതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന നിയ്യത്ത് ഇതനുസരിച്ച് പരലോകത്തെത്തുമ്പോ ഈ കർമ്മരേഖകൾ രേഖപ്പെടുത്തിയ മലക്കുത്തി തരും. അതാണ് അള്ളാഹ് പറയുന്നത്. എന്ത്? വഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് അറിയുന്നു മാത്രമല്ല, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവരാണ്. കണ്ടനാടി എന്താ? ഈ നിരമ്പിന് എന്താ പറയാ? കണ്ടനാടി അല്ലേ? മരണനിരമ്പ് എന്നതിന് പറയാം അല്ലേ? ഇതൊരൊറ്റ കട്ട് ചെയ്താൽ പിന്നെ 2 മിനിറ്റിൽ അപ്പുറം നിൽക്കുമോ? ഇല്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ പടഞ്ഞ് രക്തം പോയി എന്ത് ചെയ്യും? വഫാത്താവും, മരിച്ചു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഈ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്താണ്. അതുണ്ടോ? അപ്പൊ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് ആര്? അള്ളാഹു. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയണ അടുത്ത ആയത്താണ് നമ്മളിപ്പോ പറഞ്ഞ ഈ ഇടതു ഭാഗത്ത് വലതു ഭാഗത്തുള്ള ആൾക്കാരെ പറ്റി. അതെന്താ? എന്താ ആയത്ത്? ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാൽ. എന്താണ് ഇത്? യതലഖൽ മുതലഖിയാനി, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കും, നിങ്ങൾ ഉച്ചരിക്കുന്ന വാചകങ്ങളും നിങ്ങൾ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളും നിങ്ങളുടെ കർമ്മങ്ങളും എല്ലാം രേഖപ്പെടുത്താൻ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും റഖീബുൽ അതീദ്. റഖീബ് അതീദ് എന്നൊരു മലക്ക് ഇവിടെയുണ്ട്. റഖീബ് അതീദ് എന്ന മലക്ക് ഇവിടെയുണ്ട്. പല ആൾക്കാരും വിചാരിച്ചത് റഖീബ് പടി അതീദ് പടിയുന്ന അല്ലേ? അല്ല, റഖീബ് അതീദ് എന്ന ഒരു മലക്കിന്റെ പേരാണ്, ഒരു മലക്കിന്റെ പേരാണ്. റഖീബ് അതീദ് എന്നത് ഇവിടെയുണ്ട്, റഖീബ് അതീദ് എന്നത് ഇവിടെയുണ്ട്. ഇവിടെ ഉള്ള ആളുടെ ഡ്യൂട്ടി എന്താ? നന്മ ചെയ്യും, എഴുതപ്പെടും. നമ്മൾ ദിക്ർ ദുആകള് സ്വലാത്ത് ഖുർആനോത്ത് ക്ലാസ്സിന് പോയത് വന്നത് നല്ല പറഞ്ഞതൊക്കെ ഇവിടെ ആളുടെ ഡ്യൂട്ടി എന്താ? നമ്മൾ നുണർന്നതും ഫിത്തനുണ്ടാക്കിയതും റീബത്ത് പറഞ്ഞതും തമ്മിൽ തെറ്റിച്ചതും കളവ് പറഞ്ഞതും കട്ടതും പിടിച്ചതും എല്ലാ കുത്തിത്തിരിപ്പും അനിസ്ലാമിക വേഷം ധരിച്ച് അല്ലെ ക്ലാസ്സിന് വരുമ്പോഴും മരിച്ചോടത്തേക്ക് പോകുമ്പോഴും നല്ല മഫ്തിയും പറഞ്ഞൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകണുണ്ടാലോ. ഒരു 30 കൊല്ലം മുമ്പ് ഈ കീസില്ലാത്ത കാലത്ത് ഇറച്ചിക്കടിയിൽ നമുക്ക് ഇറച്ചി പൊതിഞ്ഞ സാധനം അതിന് ഇറച്ചി വാങ്ങാൻ പോകലുണ്ടായിരുന്നു. 30 കൊല്ലം മുമ്പ് ആളുകൾ വാങ്ങിക്കൊണ്ടുവരും. അത് എന്തിന്റെ അരിയില? പ്രായമുള്ളവർ പറഞ്ഞരിയാണ്. തേക്കിന്റെ അരി ഉണ്ടാവും, പിന്നെ വേറെ അരി ഉണ്ടാവും. ഈ തേക്കിന്റെ അരിയില് മുരിങ്ങിന്റെ അരിയിലൊക്കെ ഇറച്ചി പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോ ഉണ്ടാവും കുറച്ച് ഭാഗം അവിടെ ഇവിടെയൊക്കെ തുറച്ചിട്ട് അല്ലേ? അതാണോ പല പെണ്ണുങ്ങളുടെയും വേഷവിധാനം? സ്വന്തം നഫ്സിനെ ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഈ വേഷവിധാനത്തിന് എന്തില്ല? ആ തേക്കിന്റെ ഇറച്ചി കഴിഞ്ഞ ഒരു സ്വഭാവമില്ല. പിന്നെ എങ്ങനെ കല്യാണത്തിനും ടൂർ പോകുമ്പോഴും കലാപരിപാടിക്ക് പോകുമ്പോഴും അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ആയി? സ്വന്തത്തിനോട് ചോദിക്കേ. റമദാനാണ് നന്നാകാനുള്ള മാസം അല്ലേ?
ആണല്ലേ? ആണ്. ഭാര്യയും ഭർത്താവും സ്കൂളിൽ പോയി, കുട്ടികള് ഭാര്യയും ഭർത്താവും വരിയിലുണ്ട്, ആരെ ശല്യമില്ല. എന്റെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് രാത്രി എന്നൊരു സമയത്തേക്ക് ശാരീരിക ബന്ധം മാറ്റിവെച്ച് പകരം ഒഴിവുണ്ടായിട്ട് എന്താ ചെയ്യാന്? പെണ്ണുങ്ങളുണ്ട് വരിയില്, ഭർത്താവുണ്ട്, എന്തേ മാറ്റിവെച്ച്? അള്ളാനെ പഠിച്ചിട്ട്, അള്ളാന്റെ കൽപ്പനയാണ്. 5 മണി കഴിഞ്ഞാൽ സമൂസ ഉണ്ട്, ചിക്കൻ റോൾ ഉണ്ട്, അല്ലെ, അരിപ്പത്തിരി തിരുപ്പത്തിരി എല്ലാ സാധനവും ഉണ്ട്. എന്റെ മഗ്‌രിബ് കൊടുക്കണവരെ നമ്മൾ കാത്തുന്നത് ജ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ തൊള്ളി വെള്ളം കൊടുത്തോ? സമൂസ ഉണ്ടാക്കി നമുക്ക് തിന്നാൻ തോന്നുക ഇല്ല. എന്തേ? അള്ളാന്റെ കൽപ്പനയാണ്. അപ്പൊ ഇത് മുഴുവൻ റമദാനിലെ ബർക്കത്താണ്. മറ്റൊരു മാസത്തിൽ ഇങ്ങനെ കാത്തിക്കോ? കുട്ടികളില്ലാതെ കാത്തുക്കില്ല. ഇത് ഭക്ഷണം കണ്ടിരിക്കേണ്ട ആണ്ട് തന്നു. എന്റെ സമയം പ്രശ്നമല്ല. ഉദയം മുതൽ അസ്തമയം വരെ വികാര വിചാരങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയത് റമദാൻ കൊണ്ടാണ്. അല്ലാത്ത മാസങ്ങളിൽ ഈ പറഞ്ഞ ഞാൻ വലിയ സുജായി അല്ല, നിങ്ങൾ സുജായികളാ അല്ല, നമ്മളൊക്കെ തെറ്റുപറ്റാത്തവരാരുമില്ല. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് നന്നാകുന്ന മാസമാണ്. അതുകൊണ്ട് ഇത് എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥം ഇത് എവിടെ കൊണ്ടുവരും? മനുഷ്യരിൽ കൊണ്ടുവരും. നല്ല മനുഷ്യന്മാരെ വലത്തെ കയ്യിൽ മുമ്പിൽ കൊണ്ടുവരും, മുന്നിൽ കൂടെ. وأمامن أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. وأمامن أوتي كتابه മഹ്ശറിൽ മലക്കുകൾ നല്ല മനുഷ്യന്റെ വലത്തെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഗ്രന്ഥം കൊടുക്കും. വലത്തെ കയ്യിൽ ഗ്രന്ഥം കൊടുത്തിട്ട് അള്ളാഹ് പറയാണ്, അങ്ങനെ വലത്തെ കയ്യിൽ കിട്ടിയാലോ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, ഓന്റെ വിചാരണ എളുപ്പമാണ്, ഒരു ബേജാറില്ല. അള്ളാഹു വലത്തെ കയ്യിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ വേർപെട്ടു പോയി നമ്മുടെ ഭർത്താക്കന്മാര്, അല്ലെ, ഭാര്യമാര്, ഉമ്മമാർ, ബാപ്പമാര്, വല്യമ്മമാര്, മക്കള്, കൂട്ടുകുടുംബാദികൾ, പല സുഹൃത്തുക്കളും സഹോദരിമാരും, അവർക്കൊക്കെയും അല്ലാഹു വലത്തെ കയ്യിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞോളൂ. നമ്മൾ ആമീൻ പറയുമ്പോ അല്ലാതെ പള്ളിയിലെ മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയും. നമ്മൾ നാലുക്കല്ല ആമീൻ എന്ന് പറഞ്ഞാല് ഈമാനില്ലാത്ത ആമീനാണ്. ചിലപ്പോ അള്ളാഹ് കബൂലാക്കും, ചിലപ്പോ തട്ടും. കാരണം മലക്കുകൾ മുഖറബുകളാണ്, ഓർക്ക് തെറ്റ് ചെയ്യാത്തവരാണ്. ഓരോ ആമീൻ അള്ളാഹ് പൂർണ്ണമായി കബൂലാക്കും. ഓരോ നമുക്ക് വേണ്ടി ആമീൻ പറയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നേടണം, ആമീൻ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മോശപ്പെട്ട മനുഷ്യനാണെങ്കിലോ ഇടത്തെ കയ്യിലാണ് മോശപ്പെട്ട മനുഷ്യന്മാരെ ഗ്രന്ഥം കിട്ടുക. മുന്നിൽ കൂടെ വന്നിട്ടാണ് തരിക അല്ല, പിന്നെ വറായി വലത്തെ സൈഡ് ഇടത്തെ ഭാഗത്ത് കൂടെ ബാക്കിൽ കൂടെ കയ്യിൽ പിടിച്ച് തിരിച്ചിട്ട് അയക്കെടുത്തരും മോശപ്പെട്ടത്. ഈ ഗ്രന്ഥം കിട്ടിയാൽ നമ്മൾ നിർവഹിച്ചു, നമ്മൾ കയറി. ഇതാര് പറയുന്നു? അള്ളാഹ് പറയുന്നു. വരാൻ പോകുന്ന മഹ്ശറിലെ സംഭവം മുൻകൂട്ടി പറയണമെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? ആ സംവിധാനം ഉണ്ടാക്കി അള്ളാഹ്ക്കല്ലേ പറ്റുള്ളൂ. പിന്നെ അത് ആർക്കേ പറ്റുള്ളൂ? വഹിയിലൂടെ നമുക്കത് പറഞ്ഞു തരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി നമുക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും കഴിയോ? വേറെ ആർക്കും പറഞ്ഞ കാര്യം പറയാൻ പറ്റൂല. പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയാൽ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് പോകുന്നത്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് നമ്മളെ തുടങ്ങിയത് അല്ലെ? ഈ വിഷയം ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഞാൻ തുടങ്ങിയത് സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച മുതൽ ഞാൻ ബുദ്ധിയെ വർക്ക് ചെയ്യണം, അതിനങ്ങനെ ക്ലാസ് എടുത്തിരുന്നു. ഇത് വയലല്ല, ഇതൊരു വിദ്യാർത്ഥിയെ അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് യക്കീനാവും. അതിലിപ്പോ എനിക്ക് വേണമെങ്കിൽ പറയാം, മുഹമ്മദ് 10 സ്വലാത്തല്ലിക്കാണ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ. അതൊരു കാര്യമല്ല, അതല്ല വയലാണ്. അത് ഒന്നും മനസ്സിലാവില്ല, ഇത് മനസ്സിലാവണം. അതുകൊണ്ട് ഇവിടെ പാട്ടുണ്ടാവും, ബെയ്ത്തും ഉണ്ടാവും, ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മനസ്സിലാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാഫിഅ ഇൽമിനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് 49-ാമത്തെ ആയത്ത്. അതിന് അള്ളാഹ് പറയണെന്താ? കിതാബ്, കർമ്മരേഖ. ഏത് കർമ്മരേഖ? ഇവിടെ എഴുതിയ കർമ്മരേഖ, നമ്മളെ കർമ്മരേഖ അവരെ കയ്യിൽ കിട്ടും. മോശപ്പെട്ട മനുഷ്യന്മാർക്ക് എങ്ങനെ കിട്ടുക? ബാക്കിൽ കൂടെ ഏത് കയ്യിലാണ് കൊടുക്കുക?
ഇടത്തെ കൈ കൊടുക്കും. ആ ഗ്രന്ഥം അവൻ വായിച്ചുകൊണ്ട് പറയും. അത് നോക്കിക്കൊണ്ടവൻ പറയുന്ന വാക്കെന്താണ്? ഖുർആൻ പറയാണ്, മാലി ഹാദൽ കിതാബ്, പടച്ച റബ്ബേ ഇതെന്ത് ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ എല്ലാ കൊച്ചു കൊച്ചും മുഴുവനും പടച്ചവനത്തിലുണ്ടല്ലോ. നമ്മൾ വിചാരിച്ചോ ആരാണ്ട് പച്ചച്ചിന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഫോണിൽ കൂടെ വിത്തനുണ്ടാക്കി കുടുംബം കൽക്കൽ ആരും അറിഞ്ഞിട്ടില്ല. 50 കൊല്ലായി ഓള് മരിച്ചുപോയി. ഓള് തെറ്റിച്ചോല് വരെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ആർക്ക്? കുടുംബം തെറ്റിച്ച ഓൾക്ക് വേണ്ടി ആ തെറ്റിച്ചോല് വരെ അറിയാത്തോണ്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ പരലോകത്തെത്തുമ്പോ എന്ന് പറയും? ചെറുതും വലുതുമായ ഒന്നുപോലും പടച്ചവനെ ഇതിൽ എഴുതാതെ വിട്ടിട്ടില്ലല്ലോ. ഇതെന്തൊരു കിതാബാണല്ലാ. യൗമ തുബ്ല സറായിർ, യൗമ ആ ദിവസം, തുബ്ല വെളിപ്പെടുത്തും, സറായിർ സകല രഹസ്യങ്ങളും, എല്ലാ രഹസ്യവും വെളിപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ, ബോധപൂർവം അല്ലാതെ, നിയത്താക്കിയിട്ടും അല്ലാതെ ചെയ്തു കൂട്ടിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും അള്ളാഹുവിനോട് നല്ലോണം തൗബ നടഞ്ഞ പടപ്പുകൾ തമ്മിൽ ചെയ്താണെങ്കിൽ നമ്മൾ അള്ളാഹിനോട് മാത്രം തൗബ ചെയ്തൊരു കാര്യം ഉണ്ടോ? ഇല്ല. അല്ലെ ഞാന് ആളടിയിലിട്ടിട്ട് ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞു, അവനെ മനസ്സിലാതെ വേദനിച്ചു പോയി. എന്നിട്ട് ഞാന് പടച്ചവനോട് താജസ്കരിച്ചിട്ടും തൗബ ചെയ്തിട്ടും പടച്ചവനെ എനിക്ക് പുറത്തരുന്നേ, അല്ല കൊടുക്കുവോ? ഇല്ല. അല്ല കവാട അടച്ചു. എപ്പോഴാ തുറക്കുക? ഇല്ലമോ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹ് നിങ്ങളെ തൗബ സ്വീകരിക്കണമെങ്കിൽ ആരോടാണോ നിങ്ങൾ ഫിത്തനുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവർക്ക് പോകണം. നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അന്ന് ചീത്തറിഞ്ഞു പോയി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ കുത്തിതീപ്പ് ഉണ്ടാക്കിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളെ മുതൽ കട്ടുപോയി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിരണം. ഇത് തിരിച്ചു തരാൻ പൈസ ഇല്ല. അതുമാതിരി നിങ്ങളോടൊന്നാ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, നിങ്ങൾ പൊരുത്തപ്പെട്ടിരണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യാ പറയണം. രണ്ടാമത്തത് ഒന്നായി. ഈ രണ്ടാമത്തെ കാര്യം എന്താ? ഈ ആളോട് പറയണത് നിങ്ങൾ എനിക്ക് പൊറുക്കല്ലത്തെ കാണണം. അതായത് എനിക്ക് പുറത്ത് കിട്ടാൻ നമ്മൾ അള്ളാഹിനോട് ദ്വാരിക്കണം. എന്തൊക്കെ ചെയ്യണ്ടേ? ഒന്ന് തെറ്റ് ചെയ്തവന് ആരോടാണ് ചെയ്തത് ഓരോരുത്തർ പോണം എന്ന് എന്ത് ചെയ്യണം? മാപ്പ് പറയണം. രണ്ടാമത്തെ കാര്യം, ഓനെ കൊണ്ട് നമ്മക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കണം. അവളോട് പറയും, അന്ന് അഫ്സത്തിനോട് ചെയ്തത്, സക്കീരനോട് ചെയ്തത് അള്ളാഹ് ഓട് ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞ് പുറത്തു കൊടുക്കുക റബ്ബേ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞോ? ആ പണി കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ പണി എന്താ? നമ്മള് അള്ളാഹിനോട് പറയണോ? ഞാൻ ഓട് പറഞ്ഞു, ഓട് എനിക്ക് വേണ്ടി അള്ളയും പറഞ്ഞു, അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് പണിയില്ല എന്നാണ്. അല്ല, ഞാന് അള്ളാഹിനോട് പറയണം, പ്രജോനെ ഞാൻ തെറ്റ് ചെയ്ത് പോയി, വൻ പാപമാണ്, പുറത്തരണേ അല്ലാ. അപ്പൊ എത്രയായി? തൗബന്റെ ഷർത്ത് 3 ഇനി ഒന്നും കൂടി. ഏതാ? ഇനി അതിലേക്ക് മടങ്ങാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഒന്ന് തെറ്റ് ചെയ്തവൻ ആരോടാണോ തെറ്റ് ചെയ്ത് അവന്റെ അടുത്തേക്ക് പോകണം, അവരോട് മാപ്പ് പറയണം. രണ്ടെന്താ? അവര് ഈ തെറ്റ് ചെയ്തവന് പൊറുക്കലിനെ തേടാൻ അവരോട് ആവശ്യപ്പെടണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. 3, നമ്മളും അല്ലാഹുവിനോട് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടണം. 4, ഞാൻ തിന്മയിലേക്ക് ഞാൻ പോകൂല എന്ന് അള്ളാഹിനോട് നമ്മൾ പറയുകയും അതിൽ നിന്ന് പരമാവധി വെട്ടിക്കാൻ ഇറങ്ങുവാണ്. ഈ പറഞ്ഞ 4-മത്തത് 100% നമുക്ക് പാലിക്കാൻ പറ്റുമോ? പറ്റുമോ? പിന്നെ 10. അപ്പൊ നമ്മൾ തെറ്റ് വരും, ഉറപ്പാണ്. ചെന്നിയാച്ചിങ്ങനെ മൂടും തട്ടി പോകരുത്. റീഫ്രഷ് ചെയ്യണ്ടേ? നിങ്ങൾ ഉപയോഗിക്കണ ഗ്യാസിന്റെ സ്റ്റൗവിന്റെ ആ പാത്രം വെക്കണ സാധനല്ല, റിങ് അല്ലേ? അത് ചൂട് തട്ടി അതിന്റെ ഒരു ഭാഗം പൊടിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. എന്താ? തിളച്ച കാലം മറിഞ്ഞു പോകും, എണ്ണ ചട്ടി പെയ്തു പോകും. അപ്പൊ എന്ത് ചെയ്യും? മക്കളോട് ഭർത്താക്കന്മാരെ പറയുന്നത്
ഒന്ന് മാറ്റി തന്നാളി. എന്തിനാ? അതിന് വെച്ചാൽ പോലെ. അപ്പൊ റീഫ്രഷിങ്, എന്തിനും റീഫ്രഷിങ്. നമ്മളെല്ലാ സാധനവും എന്താ, വസ്ത്രം വരുമ്പോ പുതിയ വസ്ത്രം എടുക്കും, കീറിയ വസ്ത്രം നമ്മൾ തരുന്നു അല്ലേ? ഈമാനും അങ്ങനെ തന്നെ. ജദ്ദിദു ഈമാനക്കും, ഈമാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം. ആർസ് പുതുക്കൂലേ? വണ്ടിന്റെ ഇൻഷുറൻസ് എടുക്കൂലേ? പുക ചെക്ക് ചെയ്തേ അല്ലേ? 6 മാസം കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കഴിഞ്ഞു. പിന്നെ മുന്നേ എന്ത് ചെയ്യണം? പുക ചെക്ക് ചെയ്ത് പേപ്പർ എടുക്കണം അല്ലേ? ഈ പണി എന്തിനെടുക്കണത്? നമുക്കിവിടെ മക്ക പോലെ ഓടണമെങ്കിൽ അത് വേണം. അപ്പൊ ഈമാൻ നമ്മൾ പുതുക്കണം. എന്തിനാ? ഇവിടെ കൊണ്ട് കഴിച്ചിടാനല്ല. ഇവിടെ കൊണ്ട് കഴിച്ചിലാണെങ്കിലും നമ്മക്കത് വേണം. ഇവിടെ കാഫര്യങ്ങൾക്കും അള്ളാനെ പേടിയില്ലാത്തവർക്കും ഒന്നും വേണ്ട. ആണോ? നോമ്പ് വയ്ക്കാത്തവർക്കും ഞാൻ വർക്കത്തില്ലേ? നിസ്കരിച്ചാത്തവർക്ക് നല്ല വർക്കത്തില്ലേ? അല്ലേ? ഉണ്ട്. അള്ളാഹു തആല അള്ളാനെ വഴിപ്പെടുന്നവർക്കും കൊടുക്കും, വഴിപ്പെടാത്തവർക്കും കൊടുക്കും അല്ലേ? ബിസ്മില്ലാ. അള്ളാനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ദുനിയാവിൽ ഗുണം ചെയ്യുന്നതല്ല. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ നമുക്കും കിട്ടുന്നുണ്ട്, ദാസേട്ടനും കിട്ടുന്നുണ്ട്, ആമിനക്കുട്ടിക്കും കിട്ടുന്നുണ്ട്, ഏലിയമ്മക്കും കിട്ടുന്നുണ്ട് അല്ലേ? അതുള്ള കുട്ടിക്കും കിട്ടുന്നുണ്ട്, ജാമത ടീച്ചർക്കും കിട്ടുന്നുണ്ട്. എന്താ? അള്ള ദുനിയാവിൽ കണക്കൂല. പക്ഷേ ആഖിറത്തിലെത്തിയാലോ? അതാണ് ദുനിയാവിൽ അള്ള കൊടുക്കും. ആഖിറത്തിലെത്തിയാലോ? അവിടെയാണ് നമ്മൾ നോക്കണ്ടേ. അണുത്തൂക്കം നന്മ ചെയ്താൽ ഓർക്കും അല്ല അതിന്റെ കൂലി കൊടുക്കും. അണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ ഇവിടെ അല്ല നടക്കൂല. അതുകൊണ്ട് നമ്മള് ഇവിടെ അവിടെ ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്നവരാണ്. അച്ചായനെ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കൈ വെച്ച് വിടും. അത് നമ്മളെ ഇവിടെ അള്ളാഹു നമ്മളെല്ലാം പരീക്ഷിക്കും. പനി, വേദനകൾ, നിർത്തങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാട്, കടം, ബാധ്യത, ലോണ്, എല്ലാ നൂലാമാലും ഉണ്ടാവും. വിജയിക്കണം. എന്തിനാ വിജയിക്കേണ്ട ആവശ്യം? ഓനെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ ടോളിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ജീവിതം, സ്വർഗം, നരകം, ഹിസാബ് ഇതൊന്നും ഓനക്കില്ല. ഓനെ സംബന്ധിച്ചിടത്തോളം ഓനക്കറിയില്ല. ഓൻ ഇല്ലാച്ചിട്ട് ഓനക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മളിതൊക്കെ കേട്ടു. നമ്മൾ മുസ്ലിമായി ജനിച്ചു അല്ലേ? നമ്മൾ മുസ്ലിമായി വളർന്നു. മുസ്ലിമായി ജനിച്ച് ജീവിച്ചാൽ മാത്രം മതിയോ? പിന്നെ മുസ്ലിമായി കൊണ്ട് മരിക്കണം. അതാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാനുള്ള വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്ന മറ്റൊരു സ്ഥലത്തല്ല, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോഴും മുസ്ലിമായി മരിക്കണം. അതിന്റെ അർത്ഥം എന്താ? സാജിദ്, മൻസൂർ, അസ്ലം, ആയിഷ, ഖദീജ, ഹഫ്സത്ത് ഇങ്ങനായി മരിക്കണം ആണോ? പേര് മാത്രം മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് വോട്ടർ പട്ടികയിലുണ്ടാവും, കാനേശുമാരി ലിസ്റ്റിലുണ്ടാവും. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഓൾക്കൊരു ആറടി മണ്ണ് മഹല് കബർസ്ഥാനിൽ തരും ചെയ്യും. പക്ഷേ ആ മുസ്ലിമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പേരുകൊണ്ടല്ല, മറിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ അള്ളാഹു തആല ഇറക്കിയ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് 23 കൊല്ലം ജീവിച്ച് കാണിച്ചെന്ന സുന്നത്തും പിൻപറ്റണം. നാട്ടാചാരം, നാട്ടുമാമൂലുകളും പാരമ്പര്യമായി ചെയ്തു പോകുന്ന അന്ധവിശ്വാസങ്ങളും ശിർക്കും വിദഅത്തും ഖുറാഫാത്തും ഒക്കെ ചെയ്താൽ ഒരു കാര്യം നമുക്ക് കിട്ടില്ല. ഞാൻ ക്ലാസ് പറഞ്ഞല്ലോ, കണ്ണ്, കാത്, കൽബ് ഇതൊക്കെ എന്താണ്? കുല്ലു ഉലൈക കാനൻ മസ്ഊല. ഓരോരുത്തരുടെ ഹൃദയം, കാതും, കണ്ണും, കൽബും അല്ലാഹ് ചോദിക്കും. അല്ലാതെ ഒരു മഹലിൽ മോലിയർക്ക് മാത്രമല്ല അല്ലാഹ് തലച്ചോറും ഹൃദയം കൊടുത്തു. നമ്മളൊക്കെ മന്ദബുദ്ധികളായാൽ നമുക്ക് പറയാം, പക്ഷേ ഞങ്ങൾ മഹലില് ഞങ്ങൾ മോലിയർക്ക് മാത്രമേ തലച്ചോറുള്ളൂ, ഞങ്ങൾക്കൊന്നും തലച്ചോറില്ലേ, അതുകൊണ്ട് ഞങ്ങൾ നരകത്തിലല്ലേ കുറച്ചോനെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ശരിയാ, ന്യായാണ്. പക്ഷെ അള്ളാഹിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ദുനിയാവില് ഒരു മഫ്ത, ഒരു പർദ്ദ, ഒരു ചുരിദാർ, ഒരു ചെരുപ്പ്, എന്തിനേറെ നമ്മളെ വീട്ടുപകരണ സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ നല്ലോണം നോക്കൂലേ അല്ലേ?
ക്വാളിറ്റി നോക്കും, ക്വാണ്ടിറ്റി നോക്കും, വിലക്കുറവ് നോക്കും, ഉറപ്പുണ്ടോ നോക്കും, ഈടുക്കോ നോക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടി? നിങ്ങൾ എഞ്ചിനീയർ പഠിച്ചോ? ബയോളജി പഠിച്ചോ? കെമിസ്ട്രി പഠിച്ചോ? ഇല്ല ഇല്ല. ഇതിനെങ്ങനെ ഈ അറിവ് കിട്ടി? നിങ്ങൾ പരിശ്രമിച്ചു. ഒരു ടവല് വാങ്ങുകയാണെങ്കിൽ വരെ തൊട്ടു അല്ലേ? നമ്മൾ ആരെങ്കിലും പോയി ആ കടയിലെ സെയിൽസ്മാൻ പറയുന്നത് മാത്രം വാങ്ങിയാണ് പോലും കാണിച്ചു സിദ്ധാരമാണ് ഒന്ന് കാണിച്ചു, അത് മതി കാക്കിക്കോ, ബില്ലടിച്ചാണ് ഉണ്ടോ? അതിനർത്ഥം നോക്കണ്ടെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇത്ര പരിശ്രമം നമ്മൾ ദുനിയാവിൽ നടത്തുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ദീനിന് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ? ഞാൻ ഓതിയിലെ സുഹൃത്തിൽ ഗൾഫിലായിട്ട് അല്ലേ? എത്രാമത്തെ ആയതാ? 18-ാം അധ്യായം 43. അതിലെന്താ പറഞ്ഞല്ല? നല്ലവരെ കൈക്കല് മുന്നിൽ കൂടെ ഗ്രന്ഥം, മോശപ്പെട്ടവരെ കൈക്കല് ബാക്കിൽ കൂടെ ഗ്രന്ഥം. ഇത് കിട്ടി അവിടെ നോവിച്ചിട്ട് കാര്യം ഉണ്ടാവും. അപ്പോ അവിടെ എത്തിയിട്ട് നമ്മൾ നോവിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ നോവിച്ചാലും കൈകാലം വിളിച്ചാലും തിരിച്ച് ചിലപ്പോ നമ്മൾ കഴിച്ചിലാവും അല്ലേ? കഴിച്ചിലാവും. പക്ഷെ അള്ളാന്റെ മുമ്പിൽ കഴിച്ചിലാവൂല. സ്വന്തം മകൾ റസൂലുള്ളാഹിയുടെ സ്വന്തം മകൾ, പ്രിയപ്പെട്ട മകൾ, കരളിന്റെ കഷ്ടം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മകൾ അതാരാ? അല്ലാന്റെ ഹബീബിന് 6 മക്കളുണ്ട്. ഈ 6 മക്കളിൽ എന്റെ കരളിന്റെ കഷ്ടം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മകൻ അതാരാ? ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് യാ ബിൻത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. അത്ര സ്നേഹം ആ മകളോട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്. നിന്റെ തടിയെ നീ നാളെ മഹ്ശറിൽ നിന്ന് സ്വന്തം കാത്ത മോളെ, എന്റെ തടിച്ച് കാത്തു. എനിക്ക് ഒരിക്കലും ബാപ്പാന്നുള്ള നിലക്ക്, മകള് ബാപ്പാന്നുള്ള നിലക്ക് എനിക്ക് ഒരിക്കലും എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. ഇത് ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ചിന്തിക്ക്. നാളെ മഹ്ശറില് വിചാരണ കഴിഞ്ഞ് ആദ്യം സ്വലാത്ത് മാല കിടക്കുന്നത് ആരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ വാതിൽ ചാവിട്ട് ആദ്യം തുറക്കുന്നത് ആരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് അവിടെയുള്ള പദവിയും അധികാരവും എത്ര? ആ മകളോടാണ് ബാപ്പ പറയുന്നത്, മോളെ മഹ്ശറിന്ന് അനക്ക് വേണ്ടി ഒരു ചൊടിയിലെ റെക്കമെൻഡും എനിക്ക് നടക്കൂല. ചിന്റെ കരളുടെ കഷ്ടാണ്. ദുനിയാവിൽ ചോദിക്കാനൊക്കെ ചോദിച്ചോ, ഞാൻ കൈണമായി തരാം. പക്ഷെ പരലോകത്ത് എന്നെ രക്ഷപ്പെടുത്താൻ നീ നിന്റെ തടിയെ തന്നെ കാക്കണം. അല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി നമ്മൾ വിശ്വാസം, അമലുകളും കർമ്മങ്ങളും സ്വരൂപിക്കണം. ആരും നമ്മൾ സഹായിക്കാണ്ടാവില്ല. മീസാന്റെ മുമ്പിൽ, മീസാൻ എന്താ? തുലാസ, അമലുകൾ തൂക്കുന്ന മീസാൻ. മഹ്ശറിൽ ഇവിടുത്തെ തുലാസല്ല. ഇവിടുത്തെ തുലാസിൽ നമുക്ക് ഏറെയും തൂക്കാം, കുറച്ചും തൂക്കാം അല്ലെ? 1 കിലോ ഇറച്ചി വാങ്ങുമ്പോ ചിലവർക്ക് 950 ഉണ്ടാവും. അല്ല, ഇങ്ങനെ കൂട്ടി ഒരു ഇടലുണ്ടോ ഇട്ട് താഴെല് കവർ കെട്ടിയേറ്റും. അത് പൊന്തിയിട്ട് നിൽക്കാനില്ല. പണ്ടത്തെ തുലാസ്. ഇപ്പൊ മറ്റേ തുലാസ് മീറ്റർ, ഇലക്ട്രോണിക്, ഒരു കളി നടക്കൂല. ആര് പറഞ്ഞു? അതിന്റെ അടിയിൽ ചെറിയൊരു കനമുള്ള സാധനം ഘടിപ്പിച്ചാൽ 5 ഗ്രാം 10 ഗ്രാം കിട്ടും. ഒരു 100 കിലോ ഇറച്ചി വെക്കണോല് 5-10 ഗ്രാം ഒപ്പിച്ചാല് എത്ര കിട്ടും? ഒരു 3 കിലോന്റെ കായിൽ പോയി എത്ര ഉണ്ടാവും? 1000 ഉറുപ്പിക ഉണ്ടാവും അല്ലെ? തുപ്പലം കുടിച്ചിട്ട് വെള്ളം അറിയാം നമുക്ക്. വിശന്ന് നിൽക്കുന്ന മനുഷ്യൻ തുപ്പലം ഇങ്ങനെ കുടിച്ച വെള്ളം ഇല്ല. ഇതല്ലേ പോകാൻ ചെയ്യണത്? 1000 ഉറുപ്പിക മറ്റുള്ളവർ പറ്റിച്ചിട്ട് എന്ത് വെള്ളമെന്നറിയാം. അപ്പൊ അള്ളാന്റെ മീസാനിലോ ഓർക്ക് ഒന്നും ഒട്ടിക്കാൻ പറ്റില്ല, ഒരു തരികിടി നടക്കൂല. അവൾ അള്ളാന്റെ അധികാരമാണ്. ആർക്കാണോ ഇന്നത്തെ രാജാധികാരം? അള്ള ചോദിക്കും അവിടുന്ന്. ഇന്ന് നിന്റെ രാജാധികാരം ആർക്കാണ്? അല്ലാഹു അല്ലാതെ വേറെ ഒരു രാജാധികാരമില്ല. അവിടെ ഫിറൗനും ഹമാനും
നമ്രൂദിനും ഹാറൂനും അബൂജഹലിനും നെതന്യാഹുവിനും നരേന്ദ്രമോദിക്കും പിണറായിക്കും നമ്മുടെ നാട്ടിൽ ഒരു പോക്കിരിക്കും ഒരു രക്ഷയില്ല. അള്ളാഹുവിന്റെ അധികാരി. ആ അള്ളാഹുവിന്റെ മീസാനിൽ നമ്മുടെ അമലുകൾ തൂക്കും. അള്ളാഹു നിങ്ങളുടെ അമലുകൾ തൂക്കുന്ന മീസാൻ കൊണ്ടുവരും. ആ മീസാനിൽ കനം തൂങ്ങും നമ്മുടെ ഏത് ചെറിയ നന്മകളും ഏത് ചെറിയ തിന്മകളും. ഖുർആൻ പറഞ്ഞു ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ മിസ്കാല ദർറത്ത് അതിന്റെ അളവ് പണ്ഡിതന്മാര് ഉലമാക്കൾ വിശദീകരിച്ചു. ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനം. സുബ്ഹാനല്ലാഹ്. ചോണൻ ഉറുമ്പിന്റെ കാല്. ചോണൻ ഉറുമ്പുകൾ കണ്ടില്ലേ അല്ലേ? നല്ല കാഴ്ച പവറുകൾക്ക് കാണും, അല്ലാത്തൊരു കണ്ണാടക്കാം. അതിന്റെ ഒരു കാലിന്റെ കനത്ര അതിന് തൂക്കാൻ വല്ല മെഷീനുണ്ടോ അവിടെ? ഇല്ല. അത്ര തിന്മുണ്ടെങ്കിൽ അല്ലാതെ മസാല കാണും. അതുകൊണ്ട് ഇന്നലകളിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയാനുള്ള അവസരമാണ് റമദാൻ. എന്നാ റസൂലുള്ളാഹി പറഞ്ഞത് മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബാ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമദാനൻ, ആര് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു നോമ്പനുഷ്ഠിക്കുന്നുവോ. എങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത്? പട്ടിണി എടുത്തിട്ടും ഖുർആൻ ഓതിയിട്ടും നിസ്കരിച്ചിട്ടും മാത്രം പോരാ. ഈമാനൻ വഹ്തിസാബ, ഈമാനോട് കൂടിയാ. എന്താ ഈമാന്? ഈമാൻ പറഞ്ഞ നമ്മൾ പറയും നമുക്ക് ഈമാനില്ല അല്ലേ? എന്താ സംഗതി? ഈമാനില്ലാതെ അതിന്റെ അർത്ഥം എന്താ? ഓൾക്ക് വേണ്ടത്ര പഠിച്ചവരെ പേടി ഇല്ല, ഓൾക്ക് വേണ്ടത്ര അള്ളാനെ പേടിയില്ല അല്ലേ? അതല്ല ഈമാൻ എന്നാ. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടി. എങ്ങനെയാ അള്ളാനെ പേടിക്കല്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, തീർച്ചയായും അള്ളാഹുവിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുക. അതാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യമായ നിലയിൽ ഭയപ്പെടുക. എന്നാൽ ആര് കാണാനില്ലാത്ത സമയത്ത് ഞാനിത് ചെയ്താൽ അള്ളാഹ് കാണും. ഇതല്ലേ ഈമാൻ അല്ലേ? ആ ഈമാൻ ഉണ്ടാകണേ ആദ്യമായി ഉണ്ടാകേണ്ട കാര്യം എന്താ? പറഞ്ഞ അവസാനം ആ സമയം 12 മണിയാണ്. ആ സമയത്ത് നിർത്തും. നമ്മളെ ഈമാൻ ഉണ്ടാകണേ ഒന്നാമത്തെ പണി എന്താ? കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അൽ ഈമാനു ബിദഉൻ വസബഊന ശുബാ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 70 ചില്ലാനം ശാഖകളുണ്ട്. എത്ര? 70 ചില്ലാനം ശാഖകളുണ്ട്. അഫ്ളലുഹാ, അതിലേറ്റവും മുന്തിയത് ശ്രേഷ്ഠമായ ഈമാൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹൻ, ദ്വാരക്ക് അർഹൻ, ദുആ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ, സഹായം തേടാൻ അല്ലാഹു തആല മാത്രം. അവനല്ലാത്ത ഒരു അമ്പിയാക്കളില്ല, ഒരു ഔലിയാക്കളില്ല, ഒരു ശുഹദാക്കളില്ല, ഒരു കെട്ടിപ്പൊക്കിയ ഖബറില്ല, ജാരമില്ല, കല്ലില്ല, മുള്ളില്ല, മുരടില്ല, മോട്ടമില്ല, ആൽത്തകറില്ല, ബിംബമില്ല, നക്ഷത്രമില്ല, ചന്ദ്രനില്ല, സൂര്യനില്ല, മരങ്ങളില്ല, ജിന്നില്ല, മലക്കില്ല, ആൾ ദൈവങ്ങളില്ല, ആരുമില്ല, അള്ളാഹ് മാത്രം. ഇതാണ് 70 ചില്ലാനം ഈമാന്റെ ശാഖകളിൽ ഒന്നാമത്തത്. അതിൽ ഏറ്റവും ചെറുതെന്ന് ഈമാന്റെ ചെറിയ കണിക ഇമാദത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കുക. നമ്മൾ ഇറങ്ങുമ്പോ അവിടെ ഒരു പൂച്ച കത്തി, ഒരു ഉദാഹരണം പറയാം, പൂച്ച കത്തി അല്ലെങ്കിൽ ഒരു നായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള നജസോ അവിടെ ഒരു വഴിയിലുണ്ട്, അപ്പുറത്തെ വളപ്പിലുണ്ട്, നമ്മൾ മുമ്പിൽ വിട്ടു ഓൾതല്ലേ അവിടെ ഞാൻ തിരഞ്ഞ അത് മറ്റൊരാളെ കാര്യം ചവിട്ടി അവന്റെ ചെരുപ്പവും വസ്ത്രവും നജസ്സാകും. ചിലപ്പോൾ അത് അറിയാതെ പള്ളിയിൽ നിസ്കരിക്കുകയും ചെയ്യും.
അപ്പൊ അത് അവിടെ കോരിയിട്ട് എന്തായി 70 ഈമാന്റെ ശാഖകളിൽ ഒരു ഈമാന്റെ ശാഖയായി. നമ്മൾ പോണ വൈക്കൊരു മടല് വീണെടുക്കണം അല്ലേ? നമ്മളാണ് പോയ പോക്കില്ല. ഇത് ആരെങ്കിലും കാലിമ തട്ടി വൈക്കുമ്പോ തട്ടി വീണാലോ തിരിച്ചു വന്ന് ആ മടലെടുത്ത് അപ്പുറത്തെ വളർപ്പ് കിട്ടും. സദഖ, ഒരു കൂലി കിട്ടി അല്ലേ? ഒരാള് ലോഡ് എടുക്കാൻ, ഒരു ബാല എടുക്കാൻ പ്രയാസപ്പെടാറ്, ഒരു ബക്കറ്റോ ഒരു ചാക്കോ എന്തെങ്കിലും ഒന്ന് അന്നെടുത്ത് വണ്ടി കളിച്ചോ സദഖ. ഈമാന്റെ 70 ശാഖ ഏറ്റവും ചെറുതാണ്. ഒന്നാമത്തെ ശാഖ നിങ്ങൾ ഇത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. അത് കണ്ടാണ് പോയി ചെയ്തു കൊടുത്തില്ല, അല്ലെങ്കിൽ അവിടെ വാരിട്ടില്ല, ഒരു പൂച്ച ചത്തു അതിന് കുഴിച്ചിട്ടില്ല, അതിന്റെ ആൾക്കാർ ഒന്ന് ചെയ്തു, ഒന്ന് ചെയ്തില്ല വെച്ചാൽ ചിലപ്പോ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി ശിക്ഷിച്ചോന്നില്ല. എന്നാൽ ഒന്നാമത്തെ സാക്ഷ്യവചനം ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞു അതിൽ എന്തെങ്കിലും ഒരു വിഷം കലർന്നാൽ, മായം കലർന്നാൽ അല്ലാഹ് വിടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ കലർന്ന മായം, വിഷം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ തൗഹീദ്, അത് സ്വർഗത്തിന് താക്കോലാട്ടോ അല്ലെ? ആണോ അല്ലേ? സ്വർഗത്തിന് താക്കോലാണ്. من قال آخر كلامه لا إله إلا الله دخل الجنة محمد صلى الله عليه وسلم പറയാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആര് യാത്ര പോകുന്നു അവർക്ക് ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലാണ്. അതിന്റെ അർത്ഥം നല്ല തെളിഞ്ഞ സമയത്ത്, ഓർമ്മയുള്ള സമയത്ത് ലാ ഇലാഹ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം കഴിച്ചിലാവും എന്ന് വിചാരിക്കണ്ട. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ആ ആദർശം ജീവിതത്തിൽ ശരിക്കും ഉൾക്കൊള്ളണം, എന്നിട്ടത് പറഞ്ഞു മരിക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഫിറൗനും പറഞ്ഞു മരിക്കുന്ന സമയത്ത് ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങിത്താവുമ്പോ അവനും പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികളുടെ റബ്ബെ നീയല്ലാതെ ഒരു ആരാധനമില്ല, മോശയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അവന് സ്വർഗത്തിൽ പോകുമോ? ഇല്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ബിൻ സലൂൽ എന്ന മുനാഫിക്ക് നരകാവകാശിയാണ്. ഓനും കലിമ ഉച്ചരിച്ച് ജീവിച്ച ആളാണ്. പക്ഷെ അതിന്റെ പേരിൽ ഓൻ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുമോ? ഇല്ല. അപ്പൊ നമ്മളും അങ്ങനെ കഴിച്ചിലാവുന്ന പ്രതീക്ഷിച്ച കാര്യമില്ല. എന്റെ അമ്മ മരിച്ചപ്പോ, ഉസ്താദ് മരിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കാൻ പോയത് പോലെ ജീവിതം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ഒരു ജീവിച്ചിട്ടുണ്ടോ, പോലെ വിശ്വാസം എന്താണ് ഇത് പരിശോധിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹുവേ നീ അല്ലാതെ ഇബാദത്തിന് അറിയാനായി ആരുമില്ല. എന്താ ഇബാദത്ത്? എന്താ ഇബാദത്ത്? ആരാധനാ കർമ്മങ്ങൾക്കുള്ള ഇബാദത്താണ്. നിസ്കാരം എന്താ? ഇബാദത്താണ്. നോമ്പ് എന്താ? ഇബാദത്താണ്. ഹജ്ജ് എന്താ? ഇബാദത്താണ്. ഉംറ എന്താ? ഇബാദത്താണ്. സക്കാത്ത് എന്താ? ഇബാദത്താണ് അല്ലെ? ഇതൊക്കെ ഇബാദത്താണ്. എന്നാൽ ഇതേപോലെ ഇബാദത്താണ് എന്ത്? എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഈ ദ്വാരിക്കുക എന്ന് പറഞ്ഞാൽ ആ പദം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലെ? നിങ്ങൾ ദ്വാരിക്കാതെ എന്താ ഇതിനർത്ഥം? ഇത് ആർക്കാ കൊടുക്കാൻ പറ്റുള്ളൂ? ദ്വാ ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. ആരോടെ പറ്റുള്ളൂ? അള്ളാഹിനോട് മാത്രമേ ദ്വാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആണോ അല്ലേ? ആണ്. എന്നാൽ ദ്വാ എന്ന അറബി പദത്തിന്റെ മലയാളം എന്താ? ചോദിച്ചു, സഹായം തേടിയതാണ്. അപ്പൊ ഈ ദ്വാ എന്ന് പറഞ്ഞ സഹായത്തേക്കും അള്ളാഹ്ക്ക് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളൊക്കെ സൂറത്ത് ഫാത്തിഹ ഓതുന്ന ആൾക്കാരല്ലേ അല്ലെ? 5 നേരത്തെ നിസ്കാരത്തിൽ എത്ര തവണ നമ്മൾ സൂറത്ത് ഫാത്തിഹ ഓതും? ചുരുങ്ങിയത് 17 വട്ടം അല്ലേ? അതില് 5-ാമത്തെ ആയത്ത് എന്താ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. അഞ്ചല്ല. എന്താ ഇതിനർത്ഥം? ഇയ്യാക
നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. എന്തായാലും അർത്ഥം ഇയ്യാക നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും. പിന്നെ അതിന്റെ അടുത്ത് എന്താ? വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാരോടാണ് നമ്മൾ കരാർ വെക്കുന്നത്? മാഷോടോ കോടതിയിലോ പോലീസുകാരോടോ ഭർത്താവിനോടല്ല. ഭർത്താവ് ഭാര്യയുടെ ഒരു അവിഹിത ഫോൺ കോൾ പിടിച്ചു. ഒരു ഉദാഹരണം പറയാം. ഓള് കയ്യും കാലം പിടിച്ചു, നിന്റെ അടുത്തുണ്ടാവില്ല, നിന്റെ അടുത്തുണ്ടാവില്ല. കരാറ് വെച്ചു. ഈ കരാറ് വെച്ച് അയാള് വിട്ടുകൊടുത്തു. ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങളത് ലംഘിച്ചാലോ എന്താ പണിഷ്മെന്റ്? മൂക്കിന്റെ താഴത്ത് മീശ എന്ന് പറയുന്ന സാധനം. എനിക്ക് മീശ ഉണ്ട് ട്ടാ, ഞാൻ സുന്നത്തിനനുസരിച്ച് പഠിക്കുന്നതുകൊണ്ടാണ്. മീശ ഉള്ളത് അതൊക്കെ മൂക്കിന്റെ അകത്ത് മീശ ഉള്ളതാ. മൂക്കിന്റെ അകത്തൊരു മീശ എന്നൊരു രോമുള്ള ഒരു നട്ടലുള്ള ആണാണെങ്കിൽ പിന്നെ വെച്ചേക്കൂല. വെക്കുവോ? 3 തുപ്പ്. എന്താ? 1 ചെല്ലി, 2 ചെല്ലി, 3 ചെല്ലി വിട്ട വണ്ടി. നട്ടലും മീശ ഇല്ലാത്തവൻ പറയും ഇജ്ജ് എന്തും ചെയ്തോ. എന്താ? ഓന്റെ ജീവിതത്തിൽ ഒരു എസ്റ്റേറ്റ് പല പൊറാട്ട് കളിക്കുന്നുണ്ടാവും. അപ്പൊ ഓനക്ക് സൗകര്യം, ഓൾക്ക് സൗകര്യം. അങ്ങനത്തെ കുടുംബങ്ങളുണ്ട്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എന്തിനാണ് പറഞ്ഞതോ? അള്ളാഹു ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ കരാർ ചെയ്തു, നിന്റെ അടുത്ത് ഉണ്ടാവില്ല. പിന്നെ ആ ഭർത്താവ് അന്യപുരുഷന്റെ കൂടെ ഭാര്യനെ കണ്ടാൽ വെച്ചോ വിടും, ചിലപ്പോ കൊന്നുകളയും. ഇത്ര സംഭവം കേട്ടു. എന്നാ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പറയണോ? അല്ല. വെള്ളവും വെളിച്ചവും വായുവും സകല നിഅമത്തും നമുക്ക് നൽകിയവൻ ആരാ? ആകാശത്തിനൊക്കെ ഇറങ്ങിയ മുഴുവൻ നിഅമത്തും ആരില്ല? ഫമിനല്ലാഹ്, അല്ലാഹ്. ആ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മളോട് പറഞ്ഞ ഒറ്റ കരാറുണ്ട്. എന്താ കരാറ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിങ്ങൾ എനിക്ക് മാത്രം ആരാധന ചെയ്യണം, എന്നോട് മാത്രം നിങ്ങൾ സഹായം തരണം. ഇത് ഏത് സഹായത്തേട്ടാ? ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഫോൺ വിളിച്ചു, സഹായത്തേട്ടല്ലേ? ഇന്ന് ക്ലാസ് ഉണ്ട്, വരി അല്ലേ? ആചാര്യ എനിക്കൊരു 500 രൂപ കടം തരും, സഹായത്തേട്ടല്ലേ? ആണോ? ഡോക്ടറെ എന്റെ കുട്ടിക്ക് 3 ദിവസമായി ഛർദ്ദി മാറ്റി നോക്കൂ, മരുന്ന് തരും, സഹായത്തേട്ടല്ലേ? അപ്പൊ അള്ളാഹുവോട് മാത്രമേ സഹായം തേടുന്നു പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത കരാർ ലംഘനാണോ? ഇതിലാരെങ്കിലും അള്ളാഹുള്ള കരാർ ലംഘിച്ചു എന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു തആല നമുക്ക് ഭൂമിയിൽ അനുവദിച്ച സഹായത്തായിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയിൽ സഹകരിച്ചു. കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി ഒരു ചോറ് വാങ്ങി തരും ഒരുത്തൻ, അതിന് സഹായത്തായിട്ട് നമുക്ക് കൊടുക്കാം ഒരു 100 രൂപ. സിഗരറ്റ് കഴിക്കാനാണ് ഒരു 10 രൂപ കൊടുക്കാൻ പറ്റില്ല. പച്ചക്കറി അരിയാൻ ഒരു കത്തി വാങ്ങിത്തരുമോ? സഹായത്തായിട്ടാണ്. ആരാന്റെ പള്ളക്ക് കയറ്റാണ് ഒരു കത്തി വാങ്ങിത്തരുമോ? പറ്റൂല. അപ്പൊ അനുവദിച്ചതും അനുവദിക്കാതെ സഹായത്തായിട്ടുണ്ട്. പക്ഷേ ഈ സഹായത്തായിട്ടൊന്നും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന അള്ളാഹ്ക്ക് നൽകിയ കരാറിൽ പെടൂല. ഇല്ല. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഡോക്ടറോട് പോയിട്ട് ഞാൻ എന്റെ കുട്ടിന്റെ അസുഖത്തിന് വേണ്ടി ഇതായിരുന്നു എന്ന് പറയോ? ഇല്ല. ഞാൻ അപേക്ഷിച്ചെന്ന് പറയും, സഹായം തേടിയെന്ന് പറയും. ഇല്ലേ? ആചാര്യോട് ഞാൻ പൈസക്ക് ബുദ്ധിമുട്ടായപ്പോ 5000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ദ്വാരുന്നു എന്ന് പറയോ? ഇല്ല. അപ്പൊ ദ്വാരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെയുള്ളതാ? അള്ളാഹ്ക്ക് മാത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നഫ്സിനെ വിളിച്ചു, ഈ ദുആ നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം നൽകിയിട്ടുണ്ടോ? അല്ല, അള്ളാഹിന്റെ കൂടെ വിഷമം ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോ മദരികൾക്ക് നൽകുന്നുണ്ടോ? മമ്പർത്തത്തിന് നൽകുന്നുണ്ടോ? മൊയ്തീഷയ്ക്ക് നൽകുന്നുണ്ടോ? നാഗൂർ ഏർവാടി ചികിത്സ നൽകുന്നുണ്ടോ? CM മഖാമിലെ മടവൂര് കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കരാറ് ലംഘനമാണ്. ഇതിനാണ് വിശ്വാസത്തിൽ വിഷം കലർത്തുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കലർന്ന വിഷം എന്താണ്? ശിർക്ക്. എന്താ ഈ ശിർക്ക്? അല്ലാഹുവിനോട് സഹായം തേടുക. നമ്മളെ വീട്ടില് ഇവിടെ ഉള്ളവരുണ്ടോ എനിക്ക് അറിയില്ല, സ്വലാത്തുൽ നൂർ, മജ്ലിസുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിഹ് അല്ലേ, പലതരത്തിലുള്ള മജ്ലിസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.
ഓൺലൈൻ വഴിയാണ്. ഇതിലൊക്കെ മെമ്പർമാരായ ആൾക്കാർ ഒന്നെടുത്ത് വന്ന് തസ്ലീമാന് കയ്യിൽ വെച്ച കിടികിടി മെഷീനില്ലേ, കിടികിടി മെഷീൻ ഇങ്ങനെ അമർത്തും. ഇത് സത്യത്തിൽ കൂട്ടരെ ജപ്പാനില് ചൈനയിലൊക്കെ കണ്ടെയ്നറിൽ വലിയ വലിയ പഞ്ചസാരന്റെ ലോഡ് വരുമ്പോ ഇത് ഒരു ബോട്ട് തലയിൽ ചാക്ക് വെച്ച് കപ്പലിൽ നിന്ന് ഇറക്കും. അങ്ങനെ 10,000-കണക്കിന് ചാക്കുണ്ടാവും. ഇത് ഓരോരുത്തരും ഇറക്കുമ്പോ 1, 2 എണ്ണം കഴിയൂല. അപ്പൊ ചൈനയിലെ ജപ്പാനിലെ ആൾക്കാർ എന്ത് ചെയ്ത് കണ്ടെയ്നറിൽ ചാക്ക് ഇറക്കുമ്പോ അത് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ആക്കിയാണ്, ഇലക്ട്രിക് മെഷീൻ. ഒരാൾ ഇറങ്ങുമ്പോ രണ്ടാൾ അപ്പൊ നമുക്ക് വർത്താനം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാലൊന്നും പ്രശ്നമല്ല. അപ്പൊ 15,880 ചാക്ക് ഇറങ്ങി, കറക്റ്റ് കണക്കിട്ടു. ഇത് ജപ്പാൻകാര് ചൈനക്കാര് പണ്ട് കണ്ടുപിടിച്ച സാധനം. നീ നമ്മളെ അച്ഛനും മറ്റുള്ളവർക്കും പോയി എന്റെ ഉമ്മമാരെ പണിയുന്ന ഈ ചാക്ക് ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മെഷീൻ എന്തിനാ ഉപയോഗിക്കണേ? എന്തിനാ? നിക്കറല്ല അല്ലേ? എന്നിട്ട് അതിലിങ്ങനെ ചെല്ലല്ലേ 7,890 വൈകുന്നേരം ആകുമ്പോഴത്തേനും 9,000 തേക്കണം. ഇങ്ങനെ ഏർപ്പാട് സാധിക്കില്ല. വിരലുകൊണ്ട് എണ്ണം പിടിക്കാൻ പറ്റുന്ന ദിക്റെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. മനസ്സിലായോ? വിരലുകൊണ്ട് എണ്ണം പിടിപ്പിക്കാൻ പറ്റുന്ന ദിക്റ് അത് എത്ര? രാവിലെ സുബീക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 100. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിനൊക്കെ തസ്ബീഹാണോ? ഈ ജപ്പാൻകാർ ഇറക്കിയ ലോഡിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിരീടി മെഷീൻ ആണോ? അവനാണ് കൈകൊണ്ട് പിടിച്ചൂടെ? റസൂലുള്ളാഹി സ്ത്രീകളോട് പറഞ്ഞു, യാ മഅ്ശറ നിസാഅ്, ഏ പെൺസമൂഹമേ, ഇനി തഖൈതുന്ന, നിങ്ങൾ ദിക്ർ ചൊല്ലണം, തസ്ബീഹുകൾ ചൊല്ലണം. എങ്ങനെ ചൊല്ലണം? ബിൽ യമീൻ, നിങ്ങളെ വലത്തെ കൈ കൊണ്ട് ചെയ്യണം, നിങ്ങളുടെ വിരലുകൾ കൊണ്ട് ചെയ്യണം. ഫഇന്നഹുന്ന മസ്ഊലാത്തി യൗമൽ ഖിയാമ, നിങ്ങൾ ചെല്ലിയ ദിക്റിന്റെ വിരല് ഖിയാമത്ത് നാളിൽ നിനക്ക് തന്നെ അല്ലാഹുവോട് പറയും. വിരല് പറയും, തസ്ബീഹാനെ പറയില്ല, കിടികിടി മിശിൻ പറയില്ല. അകപ്പെടെ മരിച്ചുപോയ വേറെടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആണ് കൊണ്ടുപോയി വാക്കും. അപ്പൊ മാത്തുമ്മന്റെ കൈകളും ഐസിബിന്റെ കയ്യിലും നബീസുവിന്റെ കയ്യിലും മഹമാക്കാന്റെ കൈകളൊക്കെ ഉള്ളത് മാറി ഇട്ടക്കി കെട്ടിമുട്ടി ഒഴിവാക്കി. 70,000 ദിക്റ് എങ്ങനെ ഉസ്താദിനെ നമ്മൾ ചെല്ലുക? ആരെ 70,000 ദിക്റാണ് പഠിപ്പിച്ചത്? ആരെ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സ്വഹാബത്ത് മനസ്സിലാക്കിയതും ഇമാമികൾ പഠിപ്പിച്ചതും പോരെ? സ്വർഗ്ഗത്ത് പോരെ? പിൽക്കാലത്ത് ഓരോരുത്തർ എങ്ങനെ ദിക്റുണ്ടാക്കിയ പലതും ഉണ്ടാക്കാൻ പറ്റും, പലതും ഉണ്ടാക്കാം. ഇപ്പൊ സ്വലാത്ത്, എന്താ സ്വലാത്ത്? റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുന്ന ഒരു മഹത്തായ സ്വലാത്താണ്. എന്റെ പേരിൽ ഒരാൾ ഒരു വട്ടം സ്വലാത്ത് ചെയ്യാൻ 10 കൂലിയാണ്. റമദാനില് 70, 700 എത്ര ഉണ്ടാവും? പക്ഷെ ആ സ്വലാത്ത് ഏതാ? നാരിയത്ത് സ്വലാത്തല്ല, താജ് സ്വലാത്തല്ല, ആളമ സ്വലാത്തല്ല, കെഞ്ചുൽ അർശല്ല. അതൊക്കെ പിൽക്കാലത്ത് ചില മനുഷ്യന്മാര് തട്ടിപ്പൻ സ്വലാത്ത് ഉണ്ടാക്കിയതാ. അത് നമ്മൾ ചെല്ലി സമയം കളയുന്നത്. എന്നാൽ ഈ സ്വലാത്ത് ചെല്ല ഹദീസിൽ വന്ന റസൂൽ ചെല്ലിയ സ്വഹാബത്ത് ചെല്ലിയ അത്തഹിയ്യാത്ത് നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകൾ ചെല്ലിക്കോളി, എത്ര ചെല്ലിക്കോളി, കൂലിയാണ്. പക്ഷെ ഓരോരുത്തരും സ്വലാത്ത് ഉണ്ടാക്കുക, ദിക്റുകൾ ഉണ്ടാക്കുക. ഇപ്പൊ ചില മൗലിദിന്റെ സദസ്സ് ഇപ്പൊ ഇവിടെ മരണാനന്തര ചടങ്ങ് മരിച്ചു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ദിക്ർ നടത്തും. ഈ ദിക്റിൽ വന്നിട്ട് ഒരു ദിക്റുണ്ട്, എന്താ? ഹാഹ് 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 100 ഈഹം 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 100. ഇത് കോട്ടാവിരുന്നമാതിരി എന്ത് ദിക്റാണ്? അല്ലാ 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 33. ഇല്ല 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 33. അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു. അത് എങ്ങനെയാണ് ദിക്ർ ചൊല്ലല്? അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു. എങ്ങനെ? ട്രെയിന് പോണ മാതിരിയാ. അൻതല്ലാദി അൻതല്ലകു ലൈസല്ലാദി ഇല്ലാഹു അൻതല്ലാദി അൻതല്ലകു ലൈസല്ലാദി ഇല്ലാഹു അൻതല്ലാദി അൻതല്ല. അങ്ങനാണ്ട് തുടങ്ങുന്നത്. അരപ്പിന് ലൂസുള്ള മനുഷ്യന്മാരതൊക്കെ ചെല്ലും.
അള്ളാന്റെ റസൂൽ സ്വർഗത്ത് പോകാൻ ഇത്ര സുന്ദരമായി ദിക്കറ് പഠിപ്പിച്ച് അത് ചൊല്ലിക്കൂടെ? ഇതൊക്കെ 100 1000 കിട്ടാൻ വേണ്ടി കൈമടക്കില്ലാതെ ഇത് ചെയ്യോ? നിങ്ങളെ കരിയിലും മറ്റുള്ളതൊക്കെ മഹലില് മൊത്തം ഒരു മാസം 10-15 ആൾ മരിച്ചില്ല. ഒരൊറ്റ കരിയിലും ₹1 കൊടുക്കാതെ ഭക്ഷണം ഉണ്ടാക്കാതെ നിങ്ങൾ ചെല്ലിപ്പിക്കാൻ വേണ്ടി മോദിനോട് മൂല്യവാനൊന്ന് ചൊല്ലിപ്പോട്ടെ. അവരെന്താ പറയാ? ഭക്ഷണമില്ല കൈമടക്കില്ലെങ്കിൽ പറയും മിച്ചത്തെ വയലില് മരണപ്പെട്ടു കഴിഞ്ഞാൽ ശ്വാസികളായി നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, സദഖ ചെയ്യുക, അല്ലാതെ 3, 7, 14, 40 ആണ്ടോടാണ്ട് അങ്ങനത്തെ ഏർപ്പാടില്ല. എന്റെ വരുമാനമില്ല, ഞാൻ നിൽക്കും. ഇതൊക്കെ കായ്ക്ക് വേണ്ടി ചെയ്യാൻ പറയാ. റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്വലാത്ത് പറഞ്ഞുതരാം. ഒരു ഔലിയ, അതായത് ഒരു മാനസിക രോഗിയായി നടക്കുന്ന ഔലിയ എന്ന് പറയപ്പെടുന്ന ചങ്ങായി ഉണ്ടാക്കി നിൽക്കറാണ്. എന്തായോ? ദിന്ദിമാമ ദിന്ദിമാമ ദുൻ യാ അല്ലാഹ്. സ്വലാത്തിന്റെ ഷോർട്ട് ഇങ്ങനെ സ്വലാത്തെല്ലാം പറ്റും. അയാൾ പറയുകയാണെന്ത്, നിങ്ങൾ ഞാനും അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത് ചൊല്ലി കൊയങ്ങണ്ട, എന്നൊക്കെ 30 കൂലി കിട്ടും. ദിന്ദിമാമ ദുൻ യാ അല്ലാഹ്. ഇതിന് മുമ്പ് വിശദീകരിക്കാം എന്താ ഈ സ്വലാത്ത്. അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ ഒരു ദിൻ, വഅലാ ആലി മുഹമ്മദിൻ 2 ദിൻ, കമാ സല്ലൈത അലാ ഇബ്രാഹിമ 1 മാ, വഅലാ ആലി ഇബ്രാഹിമ 2 മാ, ഇന്നക ഹമീദുൻ 1 ദിൻ, മജീദുൻ 2 ദിൻ. അപ്പൊ എല്ലാ സ്വലാത്തിന്റെ അച്ചത്തിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഒരു ഷോർട്ട് ഉണ്ടാക്കിയിട്ട് പറയണത് ഇനി സ്വലാത്തല്ല, ദിന്ദിമാമ ദുൻ യാ അല്ലാഹ് എന്ന് ചെല്ലുക. സ്വലാത്തിനെ കൂടിട്ടു ചെല്ലോ. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു സ്വലാത്തിന് ചൊല്ലിക്കൂടിയല്ല പോയി പോലെ ഞങ്ങള് അല്ലേ? നിങ്ങൾ എന്താ മൂല്യന്മാരോട് എന്ന് പറഞ്ഞു കൊടുക്കാത്ത? ഞാൻ തഹദ്ദാദ് കഞ്ചുൽ അർഷും ഈ മണ്ണാങ്കട്ടൊക്കെ ചെല്ലുണ്ടല്ലോ നിങ്ങള് 66 വകയും 6660 വകയൊക്കെ എന്തിനാണ് നിങ്ങൾ ചെല്ലണേ? ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കോ? പറഞ്ഞില്ല. ഒരു ദിക്കർ കൂടി പറഞ്ഞുതരാം. ഉത്തരത്താണിൽ ഇതേമാതിരി ഒരു അരപ്പിന് ലൂസുള്ള ഒരു വലിയ ഉണ്ടായി. ഒരു മാനസിക രോഗി കയ്യും കാലൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി കുളിച്ചാതെ തിരുമ്പാതെ എന്തൊക്കെയോ കൊടുത്തടക്കുക. ഓരൊക്കെ ആശുപത്രി കൊണ്ട് ചികിത്സിക്കല്ലാതെ ഔലിയ നടക്കല. എന്ത് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിച്ചാൽ നിങ്ങൾ മൂപ്പര് ദിക്കറ് എന്താ അറിയോ? എന്താ ദിക്കറ് പറഞ്ഞാൽ മമ്പാട് നിന്നും മണ്ണറക്കാടെത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. മൂപ്പര് ദിക്കറാണ്. മൂപ്പര് വിശദീകരിക്കുക. മമ്പാട് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ പള്ള, മണ്ണറക്കാട് എന്ന് പറഞ്ഞ കബർസ്ഥാൻ. അപ്പൊ മമ്പാട് നിന്നും മണ്ണറക്കാട് എന്ന ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വെച്ച് ജനിച്ച് മരിച്ച് കബർസ്ഥാനിലെത്തുന്നത് വരെ പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ, അതായത് എന്നും മുടങ്ങാതെ തിന്നാന് പത്തിരി എന്നുള്ള 2 പത്ത്. പത്തിരി എന്ന പത്തിരി എന്ന് 2 പത്തിരി എന്ന 2 പത്ത്, അപ്പൊ 20. പിന്നെ ചാറാണ് ചാറായി. അപ്പൊ 24 ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വെച്ച് മരിച്ചത് വരെ 24 തിന്നാൻ, മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. ആർക്കും മനസ്സിലായില്ല. മൂപ്പര് വിശദീകരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതാൻ 24 അക്ഷരമാണ്. എത്ര? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എഴുതിയ എത്ര അക്ഷര? 24 അക്ഷരം. ഇവിടെ പറഞ്ഞ എത്ര? 24 തിന്നാൻ പോതി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല മഹത്തായ ദിക്റാണ്. അതിന് മുമ്പിൽ ഉണ്ടാക്കിയ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലിയാ പോലെ സ്വർഗത്ത് പോകൂലേ? അതിന് പകരം ഇതാണ് മമ്പാട് നിന്നും മണ്ണറക്കാടെത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീഖേകണേ ജബ്ബാറ. എന്നോട് ഞാൻ പറയാം, നാളെ മുതൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ചെല്ലണ്ട, ഇത് പാടിയാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. അങ്ങനെ കേൾക്കുമോ? എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നാരിയത്തെ സ്വലാത്തും മജ്‌ലിസ് നൂറും സ്വലാത്തുൽ ഫാത്തിഹയും ഈ കണ്ട സംരംഭങ്ങളിലൊക്കെ പൈസ കൊടുക്കണെന്തിനാ? നിങ്ങൾക്ക് സ്വർഗം നേടാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്തും ദിക്റും ഇവിടല്ലേ? നമുക്കില്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടുക. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്
അത് മരിച്ചുപോയ ഒരു മഹാത്മാക്കളുടെ പേരും നമ്മൾ ദുആ ചെയ്യരുത്. അത് അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, 4 മദ്ഹബ് ഇമാമുകളും പഠിപ്പിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരും ഷിയാക്കളും ക്രിസ്ത്യാനികളും കൊണ്ടുവന്നതാണ്. അത് മുസ്ലിം സമുദായത്തിൽ കടന്നുപോയി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഖബർസ്ഥാൻ എന്ന പള്ളി ഖബർസ്ഥാനിന് പകരം പ്രത്യേകം കെട്ടിയെത്തിയ മഖബറുകൾ ഉണ്ടായത്, അവർക്ക് സിയാറത്ത് ടൂർ ഉണ്ടായത്. മനസ്സിലായോ? മുറാദ് ഹാസിലാകാൻ അവിടെ പോവുക, മുറാദ് ഹാസിലാകാൻ അവിടെ അല്ല, അള്ളാഹുവിന്റെ മുറ പോലെ സുജൂദ് ചെയ്ത് റബ്ബിനോട് ധരിക്കട്ടെ, നിസ്കരിച്ച് അള്ളാഹിനോട് ധരിക്കുക, സദക്ക ചെയ്ത് അള്ളാഹിനോട് ധരിക്കുക, സുന്നത്ത് നോമ്പ് നോക്കി അള്ളാഹിനോട് ധരിക്കുക, അല്ലാത്ത ഒരാളോട് സഹായം തേടരുത്. അങ്ങനെ നമ്മൾ മരിച്ചുപോയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർഗത്തിൽ പോകാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ സമാഗതമായി. ഇത് കാറ്റ് പോലെ, വായു പോലെ വന്നാലും പോകും, വളരെ എളുപ്പത്തിൽ കഴിയും. മുതലെടുക്കുക, നന്നായി അമൽ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക, ഖുർആൻ ഓതുക, ഖത്ം തീർക്കുക, അർത്ഥം പഠിക്കുക, തഹജ്ജുദ് നമസ്കാരത്തിന് നമ്മൾ തറാവീഹ് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുന്ന സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കുക. റസൂലുള്ളാഹി നമ്മുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം റസൂലുള്ളാഹി ജീവിച്ച കാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും ഇത്തികാഫ് പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, തറാവീഹ് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണിന് പള്ളി ഹറാമല്ല, ആണെങ്കിൽ നിങ്ങൾക്ക് ഹറാമ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഹജ്ജിനും ഉംറക്കും നിങ്ങൾ പോണില്ലേ, അവിടെ നിങ്ങൾ തവാഫ് ചെയ്യണില്ലേ, സഅയ് ചെയ്യണില്ലേ, അവിടെ നിസ്കരിക്കുന്നില്ലേ, അവിടെ സുന്നത്ത് നിസ്കരിക്കുന്നില്ലേ, അവിടുത്തെ ഖുർആൻ ഓതുന്നില്ലേ? മസ്ജിദുൽ ഹറമല്ലേ, മസ്ജിദുൽ ഖുബയല്ലേ, മസ്ജിദുൽ നബവിയല്ലേ, ബൈത്തുൽ മുഖദ്ദസ് അല്ലേ? അപ്പൊ എല്ലാ പള്ളിയിലും പെണ്ണിന് വരാം. അതിനർത്ഥം കുട്ടിന് തേങ്ങട്ടമാതിരി ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ് അങ്ങനെ ഇരിക്കണം എന്നല്ല. പെൺപിള പള്ളി നിസ്കരിക്കാൻ പെണ്ണിന് വന്ന മേഖല റൂമാണ്. എത്ര പള്ളിയിലുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം? ഇപ്പൊ തുടങ്ങിയല്ലേ, പണ്ടത്തെ കാലത്ത് എന്തേ തുടങ്ങാനും? അപ്പൊ ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ് കൂട്ടരെ. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാ കേൾക്കാൻ പോയിക്കോളി, ഇൽമ കിട്ടും. അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു പോകുന്ന ളുഹറിന് പകരാണ് വെള്ളിയാഴ്ചയിൽ 2 റക്അത്ത്. പിന്നെ റമളാന് തറാവീഹിന് പോയിക്കോളി, ക്ലാസ്സിൽ അതൊക്കെ അള്ളാഹു അനുവദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരും വിഷമിപ്പിക്കാനോ ഏതെങ്കിലും കുറച്ച് മൗലവിമാരെ ഓരോള്ള ദേശം കൊണ്ട് കുറ്റപ്പെട്ടതൊന്നല്ല, സത്യസത്യമായി മനസ്സിലാക്കാനാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ മരണം വരാനുണ്ട്. ഈമാനോട് കൂടി നമുക്ക് മൗത്താകണം. മലക്കുൽ മൗത്ത് നമ്മളെ നഫ്സു തയ്യിബ് എന്ന നല്ല ആത്മാവിന്റെ മരണം സ്വർഗത്തിലെ പുടവയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടെല്ലാം പാപങ്ങൾ അള്ളാഹു കൊടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അള്ളാഹ് മാരകമായ രോഗങ്ങൾ കൊണ്ട് റഹ്മാനെ ഞങ്ങൾ പരീക്ഷിക്കല്ലേ റബ്ബേ. താങ്ങാൻ കഴിയാത്ത പരീക്ഷകൾ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. അള്ളാഹു ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു ഞങ്ങൾക്കുണ്ട്. നീ എല്ലാം ഞങ്ങളുടെ മാറ്റി തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഒരുപാട് മുറാദ് ഇനിയും ഹാസിലാകാനുണ്ട്, നീ ഹാസിലാക്കി തന്നെ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിന്നോട് മാത്രം ദുആ ചെയ്ത് നിന്നിൽ തവക്കുലാക്കി അല്ലാഹുവേ ഈമാനോട് മരിച്ചാലോ ഞങ്ങൾ തൗഫീഖ് നൽകണം അല്ലാഹ്. പരിശുദ്ധ റമളാൻ ഞങ്ങൾ ചെയ്യുന്ന ഈ നോമ്പും ഈ ഖുർആനോത്തും ഈ സ്വതക്ക നിസ്കാരങ്ങളും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പാവങ്ങൾ പുറത്തു തന്നെ അല്ലാഹ്, നരകത്തിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഖബറിലെ അദാബിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഹിസാബ് ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നെ അല്ലാഹ്. വലത്തെ കയ്യിൽ എന്തും തരണേ അല്ലാഹ്, ഇടത് കയ്യിൽ എന്തും തരലേ അല്ലാഹ്. റബ്ബേ അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, നാട്ടുകാർക്ക്, മുഅ്മിനീങ്ങൾക്ക് ഖബർ വിശാലാക്കി കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ലോൺ എടുത്തു പോയവർ ഒക്കെ പെട്ടെന്ന് തീർക്കാൻ തൗഫീഖ് കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ശാരീരികമായ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ യാ അല്ലാഹ് ഒരുപാട് രോഗികൾ വീട്ടിലുണ്ട്, നോമ്പ് നൽകാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർ, അവർക്ക് ആഫിയത്ത് നൽകുക അല്ലാഹ്. അവരെ ഫിദിയ നീ സ്വീകരിക്കുക അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ശത്രുക്കളെ പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനിലും മറ്റു രാജ്യങ്ങളിലുമുള്ള പാവപ്പെട്ട മക്കൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കരുത്. അവർ നോമ്പ് തോൽക്കാനും ഈത്തപ്പഴമില്ല, പച്ചവെള്ളം മാത്രമാണ്. നോമ്പ് തുറക്കാനും അവർക്ക് ഭക്ഷണമില്ല. പട്ടിണി കിടക്കുന്നവർക്ക് നീ വയറ് നിറച്ചു കൊടുക്കരുത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. اللهم صل وسلم وبارك على نبي